റിവൽ ടുഡേ മീഡിയയിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹമാണ് കേൾക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പ്രവചനങ്ങൾ, ദൈവശക്തി ഇതൊക്കെ ആവശ്യമാണോ? അല്ല, ഇതൊക്കെ ചെയ്താൽ നരകത്തിൽ പോകുമോ എന്നൊക്കെ ഒരു ചിന്ത ജനങ്ങളിലുണ്ട്. അതിനവർ കോട്ട് ചെയ്യുന്നൊരു വചനമാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ. കർത്താവ് പറയുന്നു, അന്നാളിൽ അവർ പറയും, ഞാൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, അന്നാളുകളിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി. ഉടനെ കർത്താവ് പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നമുക്കറിയാം, പലരും ആ ഒരു വചനം എടുത്ത് കോട്ട് ചെയ്യുന്നു. പക്ഷെ ഇതിൽ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷ കർത്താവ് ചെയ്തിട്ടില്ലേ? ശിഷ്യന്മാരോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? മത്തായിയുടെ സുവിശേഷം നമുക്കറിയാം, അതിൻ്റെ 10-ാം അധ്യായം വായിക്കും. 12 വിളിച്ച് അവരുടെ മേൽ സകല ബാധകളെയും രോഗങ്ങളെയും സൗഖ്യമാക്കാനുള്ള ഒരു അധികാരം അവർക്ക് കൈമാറുകയാണ്. നിങ്ങൾ പോയി ഭൂതങ്ങളെ പുറത്താക്കുവീൻ, രോഗികളെ സൗഖ്യമാക്കുവീൻ, ബന്ധനസ്ഥരെ വിടുവിപ്പീൻ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുവീൻ. ദൈവം എല്ലാ അഭിഷേകവും അധികാരവും കൊടുത്തവരെ പറഞ്ഞയക്കുകയാണ്. പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? അധർമ്മം പ്രവർത്തിക്കുന്നവരെ. ഒരിക്കൽ കർത്താവിനോട് ശിഷ്യന്മാർ വന്ന് പറയുന്നുണ്ട്, കർത്താവെ ഞങ്ങൾ വഴിയിൽ വെച്ചെടുത്തന്നെ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഞങ്ങളവനെ പ്രതികൂലിച്ചു. കർത്താവിന് വേണ്ട, എനിക്ക് പ്രതികൂലമല്ലാത്തതിന് അനുകൂലമാണ്. പക്ഷെ അതുകൊണ്ട് കർത്താവിനെ മനുഷ്യരെടുത്തില്ല. അവൻ്റെ ശുശ്രൂഷ നിലനിന്നായിട്ടിവിടെ പറയുന്നില്ല. ആ നാമം ആർക്കും ഉപയോഗിക്കാം. ആ നാമം ഉപയോഗിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് പരിജ്ഞാനത്തോടെ നാം ഉപയോഗിക്കണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന എൻ്റെ സഭയിലെ വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെ കൂടെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, കർത്താവ് പറയുന്നുണ്ട്, തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണമെന്ന്. കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അവർക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പോൾ അവരന്ന് ഒരു റെൻറ്റഡ് ഹൗസിൽ താമസിക്കുക. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എന്ത് കൽപ്പിച്ചാലും സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? അവിടെങ്ങാണ്ട് പഴുതാരയോ പാറ്റയോ കണ്ടപ്പോൾ ഇവർ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഇതെല്ലാം പുറത്തു വരാൻ പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു റാലിയായിരുന്നു. ഇതെല്ലാം കൂടെ വന്നു. വലിയ കാര്യമായിട്ടാണ് ആ കുഞ്ഞിൻ്റെ മാതാവ് സാക്ഷ്യപ്പെടുത്തി. കാര്യം വലിയൊരു അത്ഭുതം നടന്നു. എനിക്കൊരു സന്തോഷം തോന്നി. കാര്യം കുഞ്ഞുങ്ങൾ വിശ്വാസത്തോടെ കൽപ്പിച്ചല്ലോ, അതിൻ്റെ റിസൾട്ട് കണ്ടു. പക്ഷേ അതിനകത്ത് ഒത്തിരി അപകടം പതിയിരിപ്പുണ്ട്. നാമം വെറുതെ ഉപയോഗിക്കാനുള്ളതല്ല. നമുക്കറിയാം, പൗലോസ് പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ ഞാനും കൽപ്പിക്കുന്നു പറയുമ്പോൾ സേവയുടെ മക്കൾ പുരോഹിതനെ നമുക്കറിയാമെന്ന് നഗ്നരായി പിശാചിനാൽ മുറിവേറ്റവരായി അവർ പോവാണ്. അവർ പറയുന്നുണ്ട്, യേശുവിനെ അറിയാം, പൗലോസിനെ പരിചയമുണ്ട്, നിങ്ങളാരാ? അപ്പം ആത്മമണ്ഡലം, പൈശാചിക ശക്തികൾ, ഇരുട്ടിൻ്റെ ശക്തികൾ ശ്രദ്ധിക്കുന്നു. നമ്മെ അഭിഷേകം ചെയ്തിട്ടുണ്ടോ, നമ്മെ അത് ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവൻ അടയാളങ്ങളാൽ അത്ഭുതങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു. ഇത് ദൈവസഭയ്ക്ക് ആവശ്യമാണ്. ദൈവസഭയ്ക്ക് ദൈവം ആക്കിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളാണ് അത്ഭുതം, അടയാളം. അതിനെ ഒരാൾക്ക് നിഷേധിക്കാനൊക്കത്തില്ല. ചില പറഞ്ഞാൽ ഞങ്ങൾ ശുദ്ധമായ വചനം മാത്രം പറഞ്ഞു. ശുദ്ധമായ വചനം മാത്രം പറയുകയല്ല, ആ വചനം നിങ്ങൾ പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. യേശുവ 4 പേര് ചുമക്കൊണ്ട് വന്ന പക്ഷപാതക്കാരനോട് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. എന്തു പറഞ്ഞു? ഭൂമിയിൽ മനുഷ്യപുത്രന് പാപം മോചിപ്പാൻ അധികാരമുണ്ട്. യേശു സൗഖ്യദായകനാണെന്ന് പറയുമ്പോൾ ആ സൗഖ്യം നിങ്ങൾ ചെയ്യുകയല്ല, ആ നാമത്തിൽ നടത്താൻ, ആ നാമത്തിൽ സൗഖ്യമാകുമെന്ന് പറയാൻ, അത് ജനങ്ങൾ കാണാൻ നമുക്ക് അവകാശമുണ്ട്. ദൈവത്തിൻ്റെ ഹിതമാ സൗഖ്യമായോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു പ്രദർശനം ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇത് വേണ്ടാന്ന് പഠിപ്പിക്കാനൊക്കത്തില്ല. ഇത് ചിലർ പറഞ്ഞേക്കാം, അത് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ ഒരു കൂട്ടം കൊണ്ട് ഞാൻ കാണിക്കാം. കട്ടിലേക്ക് 3 വർഷം കടന്നൊരു സ്ത്രീ എഴുന്നേറ്റപ്പോൾ ചർച്ച വരുന്നു, സ്റ്റെപ്പ് കയറി വരുന്നു, മുകളിലാണ്. ക്യാൻസർ രോഗി സൗഖ്യമായി. ഞാൻ പലപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്ന കാര്യം. കൈ ഒടിഞ്ഞ ഒരാൾ സൗഖ്യമായി. പലവിധ രോഗങ്ങൾ, എല്ലാവരും സൗഖ്യമായി എനിക്കറിയത്തില്ല. എല്ലാ ക്യാൻസർ രോഗികളും നിങ്ങൾ കൊണ്ടുവന്ന് സൗഖ്യമാക്കെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ദൈവം നമുക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കും. ഇതിനെ തുച്ഛീകരിക്കരുത്. പൗലോസ് പറഞ്ഞൊരു വാക്കതാണ്, എൻ്റെ വചനവും പ്രസംഗവും വെറും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല. നമുക്കറിയാം, ജ്ഞാനത്താൽ നമുക്ക് പ്രസംഗിക്കാം,
ഈ ദൈവവചനം കൊടുക്കാമെങ്കിൽ രാഷ്ട്രീയക്കാരെന്നല്ല, നല്ല വാക്ചാതുര്യമുള്ള പാണ്ഡിത്യമുള്ളവർ നല്ല രസമായിട്ട് ഇത് പ്രസംഗിക്കും. ആത്മാവെന്തി? പരിശുദ്ധാത്മാവിൽ വേണം ഇത് ശുശ്രൂഷിക്കാൻ. ദൈവവചനത്തിൻ്റെ വാതിൽ പരിശുദ്ധാത്മാവണം തുറന്നു തരാൻ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവരുടെ ഫലം കൊണ്ട് അവരെ തിരിച്ചറിയാം. വൃക്ഷത്തെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നേ, അല്ലാതെ തിരിച്ചറിയാൻ കഴിയത്തില്ല. മുന്തിരിപ്പഴത്തിൽ നിന്ന് ജെരിഞ്ഞയിൽ പറിക്കാമോ, ജെരിഞ്ഞയിൽ നിന്ന് മുന്തിരി പറിക്കാമോ, അത്തിപ്പഴം പറിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കാരണം ആ വേര് അടിസ്ഥാനപ്പെട്ട യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ, ആ വേരിലാണ് ആ വൃക്ഷം വളരുന്നതെങ്കിൽ അതിന് തിന്മ ചെയ്യാൻ ഒക്കത്തില്ല. അതിന് പാപബോധം വരും. അവർക്ക് ജഡികമായി ജീവിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരു ദൈവത്തിൻ്റെ ദാസൻ അത് ചെയ്യുന്നതെങ്കിൽ അവരെല്ലാം അന്നാളുകളിൽ അവർ ചെയ്യുന്നവരെല്ലാം തെറ്റുകാരാണ്. അങ്ങനെ പഠിപ്പിക്കരുത്. അതവരുടെ അജ്ഞത കൊണ്ടാണ്. ഓരോരുത്തർക്കും ഓരോ ഓഫീസാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ഞാനത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പേര് പറയുന്നില്ല. കേരളത്തിൽ ദൈവം ശക്തം ഉപയോഗിക്കുന്നൊരു പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കാണാൻ ഞാൻ പോയി. അത് എന്തോ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഓരോരുത്തരുടെ തലയിൽ വെച്ച് പ്രവചിക്കുക. വചനമെന്ന് പറയുന്നില്ല, പ്രവചനം മാത്രം. അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവം അദ്ദേഹം വചനം ഒരു വചനം ആദ്യം പറഞ്ഞു പോയി. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, എടാ ശരീരത്തിൻ്റെ ഒരു അവയവമാണ്. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. വർഷങ്ങൾക്ക് പുതിയ ആ അവയവമ വചനം പറയാൻ അപ്പുറത്തൊരാളുണ്ട്. അയക്ക് കൊടുത്ത ശുശ്രൂഷയത്. ചിലടത്ത് ചെല്ലുമ്പോൾ അവിടെ പെട്ടെന്ന് ഒരു വചനം പറഞ്ഞ് ഹീലിങ്ങിലേക്ക് പോകുന്നു. അവർക്ക് കൊടുത്ത ശുശ്രൂഷയാ. സഭ അവയവങ്ങളെ 10 പേരുള്ള ഒരു ഡ്യൂട്ടിയല്ല ചെയ്യുന്നത്. അപ്പം അവർക്ക് അതില്ലെന്ന് പറയരുത്. ചിലർക്ക് പ്രവചനം, ചില കൃപാവരങ്ങൾ, ചിലർക്ക് സഹായവരങ്ങൾ. വേറൊരാൾ സഹായവരം സഭയിൽ ചെയ്യുന്ന പോലെ പറ്റത്തില്ല. ഞങ്ങളുടെ കോഴഞ്ചേരി ക്രൂസിലിന് ധാരാളം സഹായവരം ചെയ്യുന്ന മക്കളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യാൻ കഴിഞ്ഞത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം നമ്മൾ ഇതിനെ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്താണ്? ദൈവരാജ്യത്തിൻ്റെ ശക്തിയാണ്. അന്ത്യകാലങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അനവധി പേര് വരും, കള്ളപ്രവാചകന്മാർ വരും. ശരിയാ, തെറ്റിക്കുന്നവർ വരും. അവർ വേണ്ടി വന്നാൽ അവർ വൃതന്മാരെ, അതൊക്കെ നീ ശ്രദ്ധിച്ചോണം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിവേചനത്തിൻ്റെ ആത്മാവിനെ നീ പ്രാപിച്ചോണം. അങ്ങനെയുള്ളവരൊക്കെ വരും. അവരും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. അത് പ്രത്യേകം മനസ്സിലാക്കിക്കോണം. പക്ഷേ ദൈവവചനം പ്രസംഗിച്ച് യേശുവിനെ കുറിച്ചുള്ള, ക്രിസ്തുവിനെ കുറിച്ചുള്ള, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സുവിശേഷം പറയുമ്പോൾ വാസ്തവമായി ദൈവം ആ വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിക്കും. അവിടെ നിന്ന് സംശയിക്കുന്നവരോട് കർത്താവ് തർക്കിക്കാൻ പോയില്ല. ഞാൻ ദൈവപുത്രനാ, ഞാൻ 3-ാമത്തെ ആളാ, 2-ാമത്തെ ആളാ, ഞാൻ താണഭൂമിയാണ്. കർത്താവ് ഒന്നും പറഞ്ഞില്ലടാ. ഭൂമിയിൽ മനുഷ്യപുത്രന് പാപം മോചിക്കാൻ അധികാരമുള്ളതുകൊണ്ട് കണക്കേട് നടക്കാനാ പറഞ്ഞു. അവരുടെ കണ്ണിന് മുമ്പിൽ 4 പേര് ചുമ്മിക്കൊണ്ടൊന്ന് നടന്നുപോയി. ഇത് ദൈവസഭയ്ക്ക് ആവശ്യമാണ്. അത് ദൈവം ചെയ്യും. മരിച്ചവർ എഴുന്നേൽക്കണം. അതിനെ തുച്ഛീകരിക്കാനൊക്കത്തില്ല. ദൈവത്തിൻ്റെ ശുശ്രൂഷയുടെ ഭാഗത്തിൻ്റെ ഒരു പാർട്ടാണ് മരിച്ചവൻ എഴുന്നേൽക്കുക. പക്ഷേ എല്ലാവരെയും ഉയർപ്പിക്കാന്നല്ല. 2 മരണ ഉയർപ്പാടുണ്ട്. പാപത്തിൽ മരിച്ചവനെ ഉയർപ്പിക്കണം. അതാണ് ഏറ്റവും വലിയ ദൈവം ആഗ്രഹിക്കുന്നത്. മരിച്ചവരെ ഉയർപ്പിപ്പെന്ന് പറയുമ്പോൾ പാപത്തിൽ മുടിയനായ പുത്രൻ മടങ്ങി വരുമ്പോൾ നിങ്ങൾക്കറിയാം, അപ്പൻ മൂത്ത സഹോദരനോട് പറയുന്നുണ്ട്, എടാ അവൻ മരിച്ചവനായിരുന്നു, അവൻ പാപത്തിൽ മരിച്ചവനായിരുന്നു. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമേ. പാപത്തിൽ മരിച്ചവർ, അതാണ് മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുന്ന ആഴുക. അത് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, മരിച്ച് ജഡത്തിൽ നിന്ന് ശരീരം വിട്ടേച്ച് പോയ ആ മരിച്ചവരെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിൻ്റെ കാഹളനാദത്തിങ്കളെല്ലാം മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം. വേറെടുത്ത് പാപത്തിൽ മരിച്ചവരുണ്ട്. അവൻ മരിച്ചവനായിരുന്നു. ആ സമയത്ത് ആ മുടിയനായ പുത്രൻ മരിച്ചിട്ടില്ല. ദൈവം മരിച്ച പാപത്തിൽ മരിക്കാം. അപ്പൊ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുക. അപ്പൊ അങ്ങനെ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ആമേൻ, ദൈവവചനം കേൾക്കുമ്പോൾ അസ്ഥി താഴ്വര സൗഖ്യമായ പോലെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നിഷേധിക്കാനൊക്കത്തില്ല. ഇതൊന്നും സഭകളിൽ വേണ്ടെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. അതെല്ലാം പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിക്കുക. ദൈവവചനവും ആത്മാവും കൂടെ ചേരുന്നതാണ് യഥാർത്ഥ ശുശ്രൂഷ. നല്ല ബുദ്ധിയിൽ ഉരുത്തൊരിഞ്ഞ് നല്ല പഠിച്ച് ജ്ഞാനത്തിൽ പ്രസംഗിക്കുന്നതിന് കാണാം. ഒരു ഈച്ച പോലും അവിടെ മാനസാന്തരപ്പെടത്തില്ല. ആരും കർത്താവിലേക്ക് വരത്തില്ല. അവരുടെ ബുദ്ധി അവർ നല്ലതായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ആളെന്ന് കുറിച്ച്. പക്ഷെ അതോടുകൂടി ദൈവത്തിന്റെ ശക്തി, അതാ പൗലോസ് പറഞ്ഞ്, പൗലോസിന്റെ ചരിത്രത്തെക്കുറിച്ച് ഒരു വിദേശി ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞ്, ആദ്യകാലങ്ങളിൽ പൗലോസിന് ഒത്തിരി പാരമ്പര്യമുണ്ട്. നമുക്കറിയാം, ഒത്തിരി ജ്ഞാനമുള്ളവനായിരുന്നു പൗലോസ്. മുടി കീറി പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുന്ന ആൾ. ലേഖനത്തിന് ഫുൾ സ്റ്റോപ്പ് ഇല്ല. ഒരു സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ പൗലോസിന്റെ ലേഖനങ്ങൾ. പക്ഷെ ഇത്രയും ജ്ഞാനം വന്നപ്പോൾ തന്നിലൊരു ഭാവം വന്നു. തന്നിലൊരു ഭാവം വന്നപ്പോൾ താനെ അതിനുശേഷം തൻ്റെ ശുശ്രൂഷകളിൽ ചരിത്രം പറയുന്ന ശക്തികളൊന്നും വെളിപ്പെടാതായി. തൻ്റെ ജ്ഞാനത്തിലൂടെ താൻ പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അന്നേരമാണ് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ ഞാൻ വചനത്തിൻ്റെ വൈഭവം കൂടാതെ വേറെ ഒന്നും അറിയാത്തവനായി, കാരണം തനിക്ക് പാരമ്പര്യം ഉണ്ടായിരുന്നു. കപ്പലുടമയുടെ മോനെന്ന ഒത്തിരി ചരിത്രങ്ങൾ, ഗമാലിൻ്റെ പാദമെടുത്ത് പഠിച്ചവൻ, ഇതെല്ലാം ഉണ്ടായിരുന്ന മനുഷ്യൻ ജ്ഞാനം കൊണ്ട്, ജ്ഞാനത്തിൻ്റെ കണ്ണിൽ ദൈവത്തെ കാണാൻ തുടങ്ങി. തൻ്റെ ശുശ്രൂഷകളിൽ ഒന്നും വെളിപ്പെട്ടില്ല.
തൻ്റെ ശുശ്രൂഷകളിൽ ഒന്നും വെളിപ്പെടാതിരുന്നപ്പോൾ താൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിലിരുന്നപ്പോൾ ദൈവം തന്നോട് ഇടപെട്ടിട്ട് പറഞ്ഞ ഭാഗങ്ങളാണ്, ഒന്നും അറിയാത്തവനായി നിങ്ങളുടെ മുമ്പിലിരിക്കുന്നു. ക്രൂശിക്കപ്പെട്ടവനായ കർത്താവിനെ അല്ലാതെ വേറെ ഒന്നും അറിയാത്തവനായി നിങ്ങളുടെ മുമ്പിൽ. എന്നിട്ടാണ് പറഞ്ഞത്, എൻ്റെ വചനവും മൈ പ്രീച്ചിങ് ആൻഡ് നോട്ട് ഹ്യൂമൻ ഡിസേഴ്സിംഗ് വേർഡ്, ഇറ്റ് ഇസ് ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ പവർ. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവശക്തി തന്നെ ആധാരമായിരിക്കണമെന്ന് പൗലോസ് പറയുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, വളരെ ഗൗരവപരമായി നാം ഇതിനെ കാണണം. എല്ലായിടത്തും അത്ഭുതങ്ങൾ നടക്കുന്ന അടയാളം ദൈവം ആഗ്രഹിക്കുക പാർട്ടാണ്. ഞാൻ പറഞ്ഞിട്ട് 1 മണിക്കൂർ നിങ്ങളുടെ ഒരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ അരമണിക്കൂർ ദൈവവചനം കഴിഞ്ഞ് അരമണിക്കൂർ ഈ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. അതിനെ തുച്ഛീകരിക്കാനൊക്കത്തില്ല. വളരെ വലിയ ബോർഡ് നമ്മൾ എഴുതി വെക്കും, ദൈവവചന ശുശ്രൂഷയും അത്ഭുത രോഗശാന്തി നമ്മൾ എഴുതി വെക്കും. പക്ഷെ ജനങ്ങളെ നിരാശരായിട്ട് നാം അത് കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞു വിടുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക ശുശ്രൂഷയായിട്ട് തന്നെ ചെയ്യണം. ചുമ്മാ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് വിടുകയല്ല, വചനം പറഞ്ഞ് ആ ദൈവശക്തി അവിടെ ഇറങ്ങി രോഗികൾ സൗഖ്യമാണ്. ദൈവം ആ ഒരു കൃപയിൽ ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ക്രൂസൈഡ് ദേശങ്ങളിൽ ചെയ്യുവാൻ ഓരോ മാസവും ഓരോ ക്രൂസൈഡ്, ആരംഭമുള്ള ക്രൂസൈഡ് തുടങ്ങുകയാണ് ഫെബ്രുവരി. ദൈവം ഓരോന്ന് ചെയ്യാൻ കൃപ തന്നതിൻ്റെ കാരണം ഞാൻ ഇങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു. വെറും വചനമല്ല, അതിലൂടെ അത്ഭുതങ്ങൾ അടയാളങ്ങളും വെളിപ്പെടണം. അതിലൂടെ ദൈവ പ്രവൃത്തി വെളിപ്പെടണം, ദൈവനാമം മഹത്വപ്പെടണം. ഒരു അക്രൈസ്തവന് യേശു ആരാന്ന് അറിയത്തില്ല, അവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഇത് അല്ല, വചനം മാത്രം പറയുമല്ല, ആ വചനത്തിലൂടെ വരുന്ന പാപബോധം, ആ രക്ഷ ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ സൗഖ്യവും വെളിപ്പെടണം. സൗഖ്യമാണ്, ദൈവപ്രവൃത്തി വെളിപ്പെടണം. അപ്പോസ്തലന്മാർ നമുക്കറിയാം, ശമരിയയിൽ ഫിലിപ്പോസ് പ്രസംഗിക്കുന്ന ഘട്ടങ്ങളിൽ അവർ കാണുകയും കേൾക്കുകയും ചെയ്യാൻ. കാണുക നമ്മൾ കേൾക്കാൻ മാത്രമേ ഉള്ളൂ, കാണാനില്ല. കാണണം, പ്രദർശനം കാണണം. അതിനെ നമ്മൾ തുച്ഛീകരിച്ച് അതിനെ പിശാച് അത് ഇന്നതാ. ഒരിക്കലെ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്ന ഒരു IPCയിലൂടെ ദൈവദാസൻ അദ്ദേഹം വിളിച്ചു പറഞ്ഞിങ്ങനെയാണ്, അല്പം കാഴ്ചപ്പാടുള്ള ദൈവദാസനാണ്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, യേശു താഴെ കൂടെ നടന്നു വരുന്നവർ കണ്ടിട്ടുള്ളൂ, വെള്ളത്തിൻ്റെ മേൽ നടന്നു വരുന്ന കണ്ട്. ദൈവത്തിനും വെള്ളത്തിൻ്റെ മേൽ നടന്നു വന്നപ്പോൾ അവർ പറഞ്ഞു, ഭൂതം ഭൂതം ഭൂതം. നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തേക്ക് പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ നാം അതിനെ ഭൂതമെന്ന് വിളിക്കുമ്പോൾ നാം അതാ കർത്താവിടെ പറഞ്ഞു, ആത്മാവിന് നേരെ വരം ദൂഷണം അവിടെയും ക്ഷമിക്കപ്പെടത്തില്ല. അത്ഭുതങ്ങൾ വേണം, അടയാളങ്ങൾ വേണം. കർത്താവ് പറഞ്ഞു, അധർമ്മം അന്നാളുകളിൽ ആരാ? ദൈവവസ്ഥ വിട്ടവര്, പണത്തിന്റെ പുറകെ, ലോകത്തിന്റെ പുറകെ, ലോകത്തിന്റെ ഇമ്പത്തിന്, ദൈവവചനം പേരിന് പറയുകയും ജീവിത വിശുദ്ധിയില്ല, ജീവിത ക്രമീകരണങ്ങളില്ല. അവരുടെ ദൈവം വയറാണ്, അവരുടെ ദൈവം പണമാണ്, അവരുടെ ദൈവം സമ്പത്താണ്, അവരുടെ ലോകത്തിന്റെ മോഹം. അവരെ നോക്കിയാ പറയുന്നത്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ ദൈവവസ്ഥ നീക്കുന്നതിനെ കുറിച്ചല്ല. കർത്താവ് മറ്റുള്ള അതാപുഷ്ടത്തെ കണ്ട് ഫലം തിരിച്ചറിഞ്ഞു. ഒരാളെ വിമർശിക്കുന്നതിന് ബാക്ക്ഗ്രൗണ്ട് തിരക്കണം, എങ്ങനെ ജീവിക്കുന്നു. വേണേ ഒരു സാക്ഷ്യത്തിന് വേണ്ടി ആ കുടുംബിനോട് ചോദിച്ചാൽ മതി. ഒരു ഫാമിലി ഉള്ളെങ്കിൽ ആ പാർട്ട്ണറോട് ചോദിക്കണം, അവർ പറയും. ഒരു മൗനമാണെങ്കിൽ എന്തോ സംതിങ് റോങ്, ആ വ്യക്തിയെക്കുറിച്ച് ചോദിക്കണം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരൊരു സർട്ടിഫിക്കറ്റ് വേണം, കുഞ്ഞുങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണം. പല കുഞ്ഞുങ്ങളും വിശ്വാസി വന്നപ്പോൾ അവരൊന്നും ലോക ദേവദാസന്മാരെ കണ്ടല്ല. അവർ പലപ്പോഴും നാളൊരു ദേവദാസൻ പറഞ്ഞ് അവരുടെ കയ്യിലൊക്കെ ശുശ്രൂഷകൾ വിളിക്കുന്നവരെയൊക്കെ കുഞ്ഞുങ്ങൾ വാച്ച് ചെയ്യും. ചിലപ്പോൾ അവരുടെ വീടുകളിലൊക്കെ അവരൊക്കെ താമസിക്കും. പ്രാർത്ഥിക്കുന്നവരെയും പ്രാർത്ഥിക്കാത്തവർക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷെ അവർ പറഞ്ഞ്, ഞങ്ങൾ അതിലൊന്നുമല്ല മോഡലാക്കിയിരിക്കുന്നു, ഞങ്ങളാക്കിയിരിക്കുന്നു ഞങ്ങളുടെ പപ്പായെ അല്ലെ പേരൻസ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് സർട്ടിഫൈ ചെയ്യണം, ജെന്യൂനാണെന്ന് പറയണം. അപ്പം ദൈവനാമം അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവരാജ്യത്തിൻ്റെ പദ്ധതിയാണ്. അതിനെ തുച്ഛീകരിക്കാൻ കഴിയത്തില്ല. അതിനെ സ്വർഗം തുടങ്ങിയ കാലം മുതൽ, ആദ്യം മുതൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണിതല്ല, നിഷേധിക്കാനൊക്കത്തില്ല. പറയുന്ന വചനത്തെ ദൈവം ഉറപ്പിക്കുക. അവിടെ എഴുതിയിരിക്കുന്ന ശ്രദ്ധിക്കണമേ. അതിനുശേഷം നമുക്കറിയാം, അവരെ പന്തിരി വരെ അയക്കുക, പൊക്കോ, പോയി ഭൂതങ്ങളെ പുറത്താക്കുക. അന്നേരം അവർ വരുന്നേ, ഭൂതങ്ങൾ പോലും നിന്റെ നാമത്തെ ഞാൻ കീഴടങ്ങുന്നു. കർത്താവ് പറഞ്ഞ് കീഴടങ്ങുന്നതിലല്ല, കാരണം അവർക്ക് അങ്ങനെ ഒരു സന്തോഷം വേണ്ട. ചിലർക്ക് അങ്ങനെയാണ്, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നു, അത് നല്ലത് തന്നെ. പക്ഷെ അതിലല്ല നിന്റെ സന്തോഷം. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതിയിരിക്കുന്നു. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതിയിരിക്കുന്നത് വേണം സന്തോഷിക്കാൻ. ലോകത്തിലെ അത്ഭുതം കണ്ടുകൊണ്ടല്ല സന്തോഷിക്കേണ്ടത്. കർത്താവ് പറഞ്ഞ ഭൂതങ്ങളെ ഇറക്കണ്ടെന്നല്ല. ചിലർ അങ്ങനെ കോട്ട് ചെയ്യുന്നതാണ്. അത് വേണ്ടെന്നല്ല അവിടെ പറഞ്ഞു, അത് വേണം. പക്ഷെ അതിലായിരിക്കരുത് നിന്റെ സന്തോഷം. മിനിസ്ട്രിയിലായിരിക്കരുത് നിന്റെ സന്തോഷം. സഭയുടെ വളർച്ചയിലായിരിക്കരുത് നിന്റെ സന്തോഷം. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതിയിരിക്കുന്നു. തീർന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ശമരിയ പട്ടണത്തിൽ അവിടെ ഒരു പ്രദർശനമായിരുന്നു ദൈവസഭയെക്കുറിച്ച്. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നാളൊരു സൗകര്യം പറഞ്ഞു, ഞാൻ ഫേസ്ബുക്കിൽ പറഞ്ഞ കേട്ട്, തലവേദന മാറുന്നതും മുട്ടുവേദന മാറുന്നതൊക്കെ അവർ പറയുന്നുണ്ട്. ക്യാൻസർ രോഗി സൗഖ്യമാകുന്നതോ, അല്ലെങ്കിൽ കിടക്കുന്ന ഒരാൾ എഴുന്നേക്കുന്നു. എഴുന്നേറ്റു 3 വർഷം കടന്ന ഒരു അമ്മാമ എഴുന്നേറ്റ് പ്രാർത്ഥനയിൽ. ക്യാൻസർ രോഗി 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു RCC പോയാൽ മതി. അമ്മച്ചി അമ്മാമ നല്ല ആരോഗ്യമുള്ള സഭ എല്ലാവരും എനിക്കറിയത്തില്ല. ദൈവം സൗഖ്യമാക്കുന്നില്ല എന്നും
ഇന്ന് അവൻ്റെ കരം കുറുകി പോയിട്ടുണ്ടോ? വലിയ കാര്യങ്ങൾ അവൻ ചെയ്യും, വലിയ അത്ഭുതങ്ങൾ ചെയ്യും, മരിച്ചവരെ ദൈവം ഉയർപ്പിക്കും, അത് വെളിപ്പെടും. അതൊന്നും നമുക്ക് തുച്ഛീകരിക്കാൻ ഒക്കത്തില്ല. കാരണം ദൈവം ചെയ്യുന്ന ഡ്യൂട്ടി, ദൈവരാജ്യത്തിൻ്റെ ശക്തിയാണ്. പാർട്ട് ഓഫ് ദ കിങ്ഡം വർക്ക്സ്, ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി അത് എന്നും അവൈലബിളാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കും. ഞാനാ വിശ്വസിക്കുന്നത് എനിക്ക് വേണ്ടി. ഞാൻ അത്ഭുതങ്ങളുടെ അടയാളങ്ങളിൽ വിശ്വസിക്കുന്നു. പൗലോസ് പറഞ്ഞു, ഞാനായിരിക്കും ദൈവത്തിൻ്റെ കൃപയാണ്, എനിക്ക് വിശ്വസിക്കാൻ കഴിയും. തിരുവെഴുത്തിൽ സൗഖ്യമുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. അതിൽ നന്മയുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. അതിൽ അത്ഭുത അടയാളമുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി വാതിൽ തുറക്കും. ഞാൻ അവിശ്വസിക്കുന്നു പറയുമ്പോൾ ദൈവം ഇവിടുന്ന് മാറുക സാന്നിധ്യം. ഞാൻ അവിശ്വസിക്കുന്നു പറയുമ്പോൾ ഇരുട്ട് വ്യാപരിക്കുക. ഞാൻ അവിശ്വസിക്കുന്നു പറയുമ്പോൾ ദൈവം വെളിച്ചം ഇവിടുന്ന് മാറുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോൾ ദൈവ സാന്നിധ്യയോടെ ഇറങ്ങുകയാണ്, കർത്താവിൻ്റെ കൃപയോടെ ഇറങ്ങുകയാണ്. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നിരുന്ന പരിശുദ്ധാത്മാവിനെ നന്ദി പറയുന്നു. നീ അങ്ങനെയൊക്കെ കേൾക്കുന്ന ഒരു വ്യക്തി അതിനെ തുച്ഛീകരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല ഞാൻ പറഞ്ഞതുപോലെ ഇതൊന്നും വേണ്ട എന്ന് പറയും. വേണ്ട. ഈ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു കള്ളനാ വരുന്നെങ്കിൽ അവൻ വരുന്ന സമയം തന്നെ വ്യത്യസ്തമായ സമയങ്ങളായിരിക്കും. നമുക്ക് ഒരു ബന്ധുവാണ് ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വീട്ടിൽ കയറിയാലും ഒരു മുറിയിലോട്ടൊക്കെ വരും. നമുക്ക് സ്വാതന്ത്ര്യമുള്ളവരാണെങ്കിൽ ഒരു മാന്യനായ വ്യക്തി കോളിംഗ് ബെല്ലടിച്ച് ആ വെളിയിൽ കാണും. നമ്മൾ പറയാതെ അവർ കയറി വരികയില്ല. നമ്മൾ വെൽക്കം ചെയ്യാതെ അവരെ ഓരോ സ്ഥലങ്ങളിലേക്ക് അവരെ വെൽക്കം ചെയ്യാതെ അവർ വരികയില്ല. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക്. കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു പറയും. നീ തെളിയിക്കുമെന്ന് പറയുമ്പോൾ പലപ്പോൾ പറയും തെളിയിക്കുക, ഞാൻ വിശ്വസിക്കാന്ന് പറയും. ദൈവം ചെയ്യുക. വിശ്വസിക്കാൻ പഴയ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗിദെയോനെ പറഞ്ഞു. അങ്ങനെയൊക്കെ ദൈവം സ്നേഹം കൊണ്ട് അബ്രഹാമിനോടും പറയുന്നുണ്ട്. പക്ഷെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം തോമസും പറഞ്ഞു, ഞാൻ വിരലിട്ടേ വിശ്വസിക്കത്തുള്ളൂ. പക്ഷേ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ദൈവസന്നിധി നമ്മൾ പറയുക, കർത്താവേ ഞാനൊന്നും കാണുന്നില്ല, എല്ലാം ശൂന്യം എൻ്റെ മുമ്പിൽ. കർത്താവെ ഞാൻ വിശ്വസിക്കുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ വിശ്വസിക്കുന്നു പറയുമ്പോൾ ചുമ്മാ നാ കൊണ്ട് പറയുമല്ലോ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ അത് നിവർത്തിക്കുക. ദൈവശക്തന ദൈവം അത് പ്രവർത്തിക്കും. ദൈവം നമ്മെ കൈവിടത്തില്ല. അതുകൊണ്ട് ഈ അത്ഭുത അടയാളങ്ങളെല്ലാം നിന്നുപോയി, ഇവന്മാരെല്ലാം കള്ളന്മാരാ, ഇതെല്ലാം ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ അവസ്ഥയിലൂടെ കടന്നു പോയി. പിന്നെ കുറ്റം പറഞ്ഞവരെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഞാൻ ദൈവദാസനോടായുണ്ട്. അവരുടെയൊക്കെ ആ വല്ലാത്ത ശോചനീയ അവസ്ഥകളിൽ പോകാനും പ്രാർത്ഥിക്കാൻ കണ്ണുനീര് മാത്രമേ ഉള്ളവർക്ക് നാവ് പോലും എടുക്കാനൊക്കത്തില്ല. കാര്യം ഇതിനെ എതിർത്തവർ നിന്ദിച്ചവരൊക്കെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും. എല്ലാവരും കടന്നു പോകും. പക്ഷേ എല്ലാവരും കടന്നു പോകുമ്പോഴും പ്രത്യാശയും പ്രതീക്ഷയും ഉള്ളവർ എല്ലാവരും എല്ലാത്തിനും പുറത്തു വരുന്നില്ല. നമുക്കറിയാം എല്ലാവരും എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ ദൈവത്തിൻ്റെ ഫേവർ അവരെ പുറത്തുണ്ട്. വെന്റിലേറ്റർ പോലും നമുക്കറിയാം എല്ലാവരും അതിന് പുറത്തു വരുന്നില്ല. ICU നിന്ന് എല്ലാവരും പുറത്തു വരുന്നില്ല. എല്ലാ കടപ്പാടത്തിൽ നിന്ന് എല്ലാവരും പുറത്തു വരുന്നില്ല. ചിലരതിനെ ആത്മഹത്യകളിലേക്ക്, ചിലർ ജീവൻ ഒടുക്കുന്ന അനുഭവങ്ങളിലേക്ക് പോകുമ്പോൾ ചിലരതിൽ നിന്ന് അത്ഭുതകരമായി പുറത്തു വരുന്നു. അത്ഭുതകരമായി രക്ഷപ്പെടുന്ന കിണറ്റിലൊക്കെ വീണവരെ പല നമ്മൾ കണ്ടില്ല, അത്ഭുതകരമായി രക്ഷപ്പെടും. അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഫേവറാണ്. ഒരിക്കലെങ്കിലും അവർ പറഞ്ഞു കാണും, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഇതിനെ അവർ തുച്ഛീകരിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം, നിങ്ങളുടെ ചില പ്രത്യേക ഘട്ടങ്ങളുണ്ട്. വേദോസം പറയുന്നുണ്ട്, കഷ്ടകാലത്തിൻ്റെ സമയങ്ങളുണ്ട്. പ്രത്യേക സാഹചര്യങ്ങൾ കടന്നു പോകും. അന്നേരം പുറത്തു വരുന്നത് ദൈവത്തിൻ്റെ അതേ കൃപയിലായിരിക്കും നമ്മൾ പുറത്തു വരുന്നത്. അവിടെ നമ്മളെ സഹായിക്കാൻ ഈ കോവിഡ് കാലഘട്ടം തന്നെ നമ്മൾ ചിന്തിച്ച് എത്ര 2 കോടി നമ്മുടെ ഈ ലോകം മൊത്തം നോക്കിയാൽ, എന്നാൽ ചിലരൊക്കെ ജീവിച്ചിരിക്കുന്നു. മറ്റൊരു കുഴപ്പക്കാരായിട്ടല്ല. എല്ലാ രോഗങ്ങളും പ്രതിസന്ധികളും എല്ലാവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ നാം ഒന്ന് മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ശിലോകവും ഗോപുരം വീണ് അവരെല്ലാം മരിച്ചവർ കർത്താവിക്കുന്നു, അവരെല്ലാം നിങ്ങളെക്കാൾ കുഴപ്പക്കാരെ നിയന്ത്രിക്കുന്നുണ്ടോ? അപ്പോൾ അവളെ ചിന്തിക്കുന്നുണ്ടോ? അല്ല, മാനസാന്തരപ്പെടാൻ എല്ലാത്തും മാനസാന്തരപ്പെടുന്നവർക്കും പ്രതിസന്ധികൾ വരാം. പക്ഷെ അവിടെയെല്ലാം നാം വിശ്വാസത്തോട്, യെസ് ലോർഡ്, തെറ്റുപറ്റിപ്പോയി, കുറവ്, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ഒരിക്കൽ പൗരുഷനിൽ 2012 കാലഘട്ടങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ ഒരു ആൻറ്റി, സ്ഥലം പറയുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റാണ്, കണ്ടിട്ട് എൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരി TV അങ്ങ് ഓഫ് ചെയ്തു. കാരണം പുള്ളിക്കാരെ കാഴ്ചയിൽ ഒരു പെന്തിക്കോസ് പാഷനെ കുറിച്ചുള്ള ലുക്ക് വ്യത്യസ്തമായിരുന്നു. വീണ്ടും പരിശുദ്ധാത്മാവ് അവളെ കൊണ്ട് ഓൺ ചെയ്യിപ്പിച്ച് വീണ്ടും വെച്ച് വീണ്ടും ഓഫ് ചെയ്തു. വീണ്ടും അവളെ പറഞ്ഞത് സത്യമാണ്, സ്റ്റോക്ക് അതായത് സാക്ഷ്യം പറഞ്ഞതാണ്. വീണ്ടും എന്നെ വിളിച്ചു കഴിഞ്ഞ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരത്തി ഞാൻ അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞു. പുള്ളിക്കാരി പെട്ടെന്ന് ആത്മാവിലെ കസരയിടുന്ന ദൈവശക്തി പ്രാപിച്ചു. കർത്താവിനെ വിളിക്കാൻ പറഞ്ഞു. ആദ്യമുള്ള ഭാഷ ക്ഷമിക്കണം, ഞാൻ വേറൊരു കാഴ്ചപ്പാടോടെ കണ്ട് എനിക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥനാ വിഷയം എനിക്കറിയാം, നിങ്ങളുടെ മക്കൾക്ക് കുട്ടികളില്ല, ഒരു ടിൻസിനെ ദൈവം കൊടുക്കാമ്പോൾ പരിശുദ്ധാമല്ലോ. എനിക്ക് എപ്പോഴും ഞാൻ അങ്ങനെ പ്രവചിക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു. നിങ്ങൾ കേട്ടോണം ദൈവമക്കളെ. കറുകച്ചാൽ ആ ഭാഗത്തുള്ളൊരു സഹോദരിയാണ്. ഒടുവിൽ ഇവർ ഒന്നും വേണ്ടിയില്ല, മക്കൾക്ക് വേണ്ടി തലമുറയ്ക്ക് പ്രാർത്ഥിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് എങ്ങാണ്ട് ഒരു 2 or 3 ദിവസം കഴിഞ്ഞിട്ട്
ആ മകനും മകളെന്നോ മരുമോനോ എന്ന തരത്തിൽ അവർ വിളിച്ചിട്ട് പറയുകയാണ്, മമ്മി ഒരു സർപ്രൈസ് ന്യൂസ് ഞങ്ങളുടെ സ്കാനിങ് കൂടെ കഴിഞ്ഞ് പറയാനിരിക്കുക, ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു. അമ്മേൻ അവർ 2-3 മാസം 2.5-3 മാസമായിട്ട് അവർ ഒളിപ്പിച്ച് വെച്ചൊരു വിഷയമായിരുന്നു. അവർ പറഞ്ഞില്ല, അവർ പറയാൻ സസ്പെൻസ് നോക്കുന്നത് ട്വിൻസ് എന്ന് പറഞ്ഞു. ഈ സൗരിക്ക് ഭയങ്കര വിശ്വാസം. ഇവർ ഞങ്ങളെ ആ ഭവനത്തെ വിളിച്ച് അന്ന് എനിക്ക് തോന്നുന്നു 2-3 എപ്പിസോഡ് സ്പോൺസർ ചെയ്യാനുള്ള പൈസ അന്ന് ക്ഷമ ചോദിച്ചു. മുൻവിധികളെല്ലാം നമ്മൾ മാറ്റിക്കളയുക. കർത്താവ് ഒരു വ്യക്തിയെ നമ്മൾ നോക്കുമ്പോൾ, ശമൂവേൽ അവിടെ വരുമ്പോൾ, ഇശായുടെ ഭവനത്തിൽ വരുമ്പോൾ എല്ലാവരും കൊണ്ട് നല്ല നീളം മിലിറ്ററിയിലൊക്കെ ഉള്ള ആളാണ് ശൗലിൻ്റെ. നല്ല രസം, സ്റ്റേജ് കൊടുത്താൽ തകർക്കും, അടിച്ചു പൊളിക്കും. പക്ഷേ ദാവീദുടെ ചെറുക്കൻ കർത്താവ് പറഞ്ഞു, അവരൊന്നുമല്ല, നിനക്ക് ഇനി ആരെങ്കിലും ഉണ്ട് ഒരു ദാവീദ്. നമ്മൾ ദൈവത്തെ സേവിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും മുൻവിധികളെ നാം മാറ്റിക്കൊണ്ട്, സൗഖ്യം ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ്. കർത്താവെ എനിക്കറിയാൻ കഴിയാത്ത കാര്യങ്ങളിലൊന്നും ഞാൻ തർക്കിക്കാൻ പോകുന്നില്ല. അവിടെ നാം വിശ്വാസത്തോടെ, ഇന്നാളൊരു ദേവാസം പറഞ്ഞു കേട്ടു, മുട്ടുവേദന മാറും, മുട്ടുവേദന എന്നൊരു മുട്ടുവേദന വേദനയല്ലയോ? ശരിക്കും മുട്ടുവേദന ഉള്ളവരോട് നീ ചോദിക്കണം. ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ അവരനുഭവിക്കുന്ന വേദനയെന്ന് തോന്നും. പക്ഷേ അദ്ദേഹം വലിയ പ്രതികൂലങ്ങളിലൂടെ പോകുന്ന ഞാൻ കണ്ടായിരുന്നു. പിന്നീട് ഒരിക്കലും നമ്മൾ മുട്ടുവേദന അങ്ങനെയുള്ളതിനൊന്നും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. നമ്മളതിനെ ഒരു ചെറിയ വേദന, മുട്ടുവേദനയായാലും കാലുവേദനയായാലും വേദന തന്നെ. ചിലർ മൂക്കിപ്പനിക്ക് പ്രാർത്ഥിക്കും. ഒരു ചെറിയ പനി വന്നാൽ വൈറസ്, പിന്നെ ഫംഗസ്, പിന്നെ അത് ഇൻഫെക്ഷന് ത്രൂ മരണത്തിലേക്ക് വരെ നയിക്കുന്നതല്ലേ. നമ്മളെ കുറ്റപ്പെടുന്നില്ല. മുൻവിധികൾ മാറ്റി. സൗഖ്യം ദൈവരാജ്യത്തിന് അടിസ്ഥാനമാണ്. പക്ഷെ അധർമ്മം പ്രവർത്തിക്കുന്നവർ ദൈവവ്യവസ്ഥ നിന്നുകൊണ്ട് ഇതിനകത്ത് ആദായ സൂത്രമായിട്ട് ലാഭമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതിനൊക്കെ അപകടമാണ്, ഇത് കെണിയാണ്. അതുകൊണ്ടൊക്കെ നമ്മൾ മുൻവിധികളെല്ലാം മാറ്റിക്കൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിന്നുകൊണ്ട്, കർത്താവെ അങ്ങനെ അത്ഭുതം നിന്റെ വചനത്തിനകത്തുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്ന കർത്താവെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, എനിക്ക് വേണ്ടി നീ പ്രവർത്തിക്കണമേ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി. നീ കലാബാറ ഹത്തുന ബിഡ്രിമാനറിലേറി ഹാഷ ഖറബാദറ ഓർമ ധനാരബ ഉഠമനറലരബ ശാന്താരബ. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഇപ്പോൾ ക്ഷമ ചോദിച്ചാട്ട്. അല്ല, നിങ്ങൾ സൗഖ്യം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേലേക്ക് നിങ്ങളുടെ കരങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, എൻ്റെ ഹൃദയത്തിൽ തരുന്ന ചിന്തയെ കേട്ടോ ഞാൻ വിളിച്ച് പറയുന്നത്, നിങ്ങളുടെ കരങ്ങളിലൂടെ അത്ഭുതങ്ങളായി. ഒരു ദൈവദാസൻ ആരാധനയ്ക്ക് അറിയത്തില്ല, നിങ്ങളുടെ കരങ്ങളിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. പൗലോസിലൂടെ അസാധാരണമായ പ്രവൃത്തികളെ ചെയ്ത ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഈ ദിവസങ്ങളിൽ ദൈവം അത് ചെയ്യാൻ കാരണം നിങ്ങളത് ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്കറിയത്തില്ല, എല്ലാവരെയും കുറിച്ചല്ല. എനിക്ക് എൻ്റെ പാസ്റ്റർ, എൻ്റെ ശുശ്രൂഷകളിൽ എനിക്ക് അത്ഭുതങ്ങളുടെ ആളും വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഭാ ശുശ്രൂഷകളിൽ ഇനിയുള്ള ദിവസങ്ങൾ അത് വെളിപ്പെടാൻ പോകും. നിങ്ങൾ കരമുയർത്തുമ്പോൾ തന്നെ, നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ തന്നെ, നിങ്ങൾ രോഗികളുടെ മേൽ കരം വെക്കുമ്പോൾ തന്നെ, ചില രോഗങ്ങളെ നിങ്ങൾ ശാസിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മേലേക്ക് ആ പുതപ്പ് വീഴട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും, ആ വചനത്തിന് വിടുവിക്കാൻ കഴിവുണ്ട്. ആ വചനത്തിന് ശക്തി കൊണ്ട് ദുഃഖങ്ങളെ പൊട്ടിക്കാൻ ആ വിശ്വാസം നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ കാഴ്ചപ്പാട് നമുക്കറിയാം. പത്രോസിന്റെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമാണ്. പൗലോസിന്റെ കൈയാൽ ദൈവം അസാധാരണ റൂമാലുകൊണ്ട് പലരുടെ മേൽ ഇടുമ്പോൾ അവർ സൗഖ്യമാണ്. ഇതൊക്കെ വേദപുസ്തകത്തിന്റെ സത്യങ്ങളാണെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ തയ്യാറായാൽ ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. വചനം പറഞ്ഞിരിക്കുന്ന ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ പ്രവൃത്തി ദൈവം ചെയ്യും. ദൈവം നമ്മെ തള്ളിക്കളയത്തില്ല. കാരണം അവൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്നും പ്രവർത്തിക്കാൻ സ്വർഗത്തിൽ നോക്കുകയാണ്. ആമേൻ. വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിലുണ്ടവൻ. ആരെങ്കിലും ഏറ്റെടുത്തുകൊണ്ട്, അതേ കർത്താവേ ഞാനത് വിശ്വസിക്കുന്നു. ചെങ്കടൽ ചെങ്കടൽ നിന്റെ മുമ്പിൽ വളരും, മാറ നിന്റെ മുമ്പിൽ മധുരമാവും. ഹല്ലേലൂയ. ചെങ്കടൽ നിന്റെ മുമ്പിൽ പടരും, കയ്പിന്റെ മാറ മധുരമാവും. നീ രോഗികളുടെ മേൽ കരം വെച്ചാൽ സൗഖ്യമാവും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ നിറയട്ടെ, 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 നിറയട്ടെ. ആത്മാവിൽ നിറയട്ടെ, ആത്മാവിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ നിറയട്ടെ. അത് വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവരാജ്യത്തിന്റെ ശക്തി ഒരു പ്രദർശനമായി, ദൈവരാജ്യത്തിന്റെ ശക്തി ഒരു അഭിഷേകമായി, നിറവായി തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. കണ്ണുനീരോട് കാണുന്നവർ ഞങ്ങൾ, കണ്ണുനീരോട്, കണ്ണ് നിറഞ്ഞ് കാണുന്നവരുണ്ട്, കണ്ണ് നിറഞ്ഞ്. ആയിടത്ത് കർത്താവിനോട് ക്ഷമിക്കണം നീ പറഞ്ഞാൽ മതി. കർത്താവെ, ഞാൻ തെറ്റിദ്ധരിച്ചത്, ഞാൻ അങ്ങനെ ചിന്തിച്ചത് എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. ഒരാൾ ഒരു സൗഖ്യത്തിന് ശിക്ഷണം അദ്ദേഹം അതായിരിക്കും ചെയ്യുന്നത്. കൃപാപരമാണ് അതായിരിക്കും. ചിലർക്ക് ടീച്ചിങ് ആയിരിക്കും, ചില അപ്പോസ്തലനായിരിക്കും, ചിലർക്ക് വ്യത്യസ്തമായ ശുശ്രൂഷ ആയിരിക്കും ദൈവം കൊടുത്ത്. നീ വിമർശനമുണ്ടെങ്കിൽ
നീ നഗ്നത വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നീ അപ്പൻ്റെ ആ നഗ്നത മറയ്ക്കേണ്ട നീ എക്സ്പോസ് ചെയ്തെങ്കിൽ, നീ പുറത്തു കൊണ്ടെന്നെങ്കിൽ, ദൈവമേ ഞാൻ വെച്ചിട്ടുണ്ട്, ഇത് ക്ഷമിക്കണമേ കർത്താവ്, ദൈവമേ കുറവുള്ളതിനെടുത്ത് മാറ്റണേ, ദൈവമേനോട് ക്ഷമിക്കണം, ഇതാ ഞാൻ അടിയൻ പരിശുദ്ധാത്മാന ശക്തിയാൽ മാനസാന്തരത്തിൻ്റെ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു ആത്മാവ് ഇവർ വ്യാപരിക്കട്ടെ. ആമേൻ. ദൈവരാജ്യം ഇന്നും ദൈവം അത് ആഗ്രഹിക്കുകയാണ്. ഒരു വചനം പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നു, ഏകാഗ്രത ചിത്തയോടിരിക്കുന്നതിന് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിൽ അവൻ്റെ കണ്ണ് ഭൂമിയിൽ മുഴുവൻ ഊടാടി നടക്കും. ആരെങ്കിലും പറയാം, കർത്താവ് എന്നിലൂടെ എന്നെ നീ ഒന്ന് ഉപയോഗിക്കണം, എന്നിലൂടെ നീ പ്രവർത്തിക്കണം, എന്നിലൂടെ നീ അത്ഭുതം ചെയ്യണമെന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ ദൈവം പ്രവർത്തിക്കാൻ സന്നദ്ധമാണ്. സംശയിക്കുന്നവർക്ക് വേണ്ടിയല്ല, വിമർശിക്കുന്നവർക്ക് വേണ്ടിയല്ല, പരിഹസിക്കുന്നവർക്ക് വേണ്ടിയല്ല, ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി. അതേ ഒരു ദാവീദിനെ ദൈവം അന്വേഷിക്കും, അതേ ഒരു പൗലോസിനെ ദൈവം അന്വേഷിക്കുന്നു, അതേ ഒരു പത്രോസിനെ ദൈവം അന്വേഷിക്കും, അതേ ഒരു ഫിലിപ്പോസിനെ ദൈവം അന്വേഷിക്കുന്നു. ആമേൻ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ ഒടുവിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ നിർത്തിയിരിക്കുന്നത്, നിന്റെ പേര് ചേർക്കാൻ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ. ആമേൻ. അതാണ് നിന്നാൽ രചിക്കപ്പെടത്തില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവിടെ മുഖമോല്ലിച്ചു പോകുന്നത്. ഇതൊരു ചിന്തനമാണ്. ഞാൻ പറഞ്ഞു, ഇത് വേണോ? അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ വേണോ? അത് ചെയ്താൽ നരകത്തിൽ പോകുമോ? ഇത് പ്രതികൂലമാണോ? ദൈവം തള്ളിക്കളെ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ? അതേ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. വ്യവസ്ഥയിൽ നിന്ന് വേണം ചെയ്യാൻ. യേശുവിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് ഒന്നിച്ചെന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട്, മാനുഷ്യമായിട്ടല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് ഒന്നിച്ച് കർത്താവിനുണ്ട് നിന്നാൽ ദൈവം വീര്യം പ്രവർത്തിക്കും. മൺമാനുഷ്യമല്ല, ഒന്നിച്ച്. അതേ പരിശുദ്ധാത്മാവെ ഒന്നിച്ച് നമുക്ക് തുടങ്ങാം, ഒന്നിച്ച് നമുക്ക് ശുശ്രൂഷ ചെയ്യാം. എൻ്റെ കൂടെ വേണം, നീ അത്ഭുതം അത് ചെയ്യണം, വചനത്തെ നീ ഉറപ്പിക്കണം എന്ന് പറയുമ്പോൾ ഈ ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ്. വിശ്വാസത്തിൻ്റെ ആത്മാവ് നിങ്ങൾ നിറയട്ടെ. വീണ്ടും ഇത് കാണുക. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കല്ലേ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും 4 മണിക്ക് റിവൽ ടുഡേ മീഡിയയിൽ ഇതുണ്ട്, വചനമുണ്ട്. ചിലപ്പോൾ ഷോർട്ടായിരിക്കും, അല്ലെ ചെറിയ സന്ദേശങ്ങളായിരിക്കും. മിസ് ചെയ്യല്ലേ, മറ്റുള്ളവരോട് പറയുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. അനുഗ്രഹിക്കുന്നു എല്ലാ നിറവിനാലും. കാണുന്നിടം വരെ സർവശക്തനായ ദൈവം അതിൻ്റെ ബലിഷ്ടമായ കാര്യങ്ങൾ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു ജീസസ് നെയിം. ആമേൻ, ആമേൻ, ആമേൻ.